ഹലോ എവരിവൺ, അറബിക് വില്ല യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അതിന്റെ +2 സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളുടെ ആദ്യ വീഡിയോ ആണിത്. നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് മെയിൻ 25 ചാപ്റ്റേഴ്സും ഓപ്ഷണൽ എയിൽ 5 ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ഓപ്ഷണൽ ബിയിൽ 6 ചാപ്റ്റേഴ്സുമാണുള്ളത്. ഓരോ പാഠഭാഗവും അതിന്റെ എക്സസൈസുകളും ഇനി മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയ മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന പാഠഭാഗമാണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന സുനിൽ ഗവാസ്കറിന്റെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഗവാസ്കർ ജനിച്ച് തന്റെ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ കഴിയുന്ന സമയത്തുണ്ടായ ഒരു പ്രധാന സംഭവം, അതുപോലെ ക്രിക്കറ്റ് എന്ന കരിയർ വളർത്തിയെടുക്കുന്നതിൽ തന്റെ മാതാപിതാക്കൾ നൽകിയ പിന്തുണ, കുട്ടിക്കാലത്ത് കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോഴുണ്ടായ രസകരമായ അനുഭവങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹം ഇതിൽ വിവരിക്കുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ ആദ്യത്തെ 2 സെക്ഷനുകളായിട്ട് നമ്മുടെ പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ഓരോ സെക്ഷനുകൾക്കും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 സെക്ഷനുകൾ ഉൾപ്പെടുന്ന ഓവറോൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിനുശേഷം നമുക്ക് കോമ്പൗണ്ട് വേർഡ്സിനെ കുറിച്ച് പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ ഗ്രാമർ സെക്ഷനിൽ വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ആക്കാം. ഐ മേ നെവർ ഹാവ് ബിക്കം എ ക്രിക്കറ്റർ. നമ്മുടെ സുനിൽ ഗവാസ്കർ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഒരു ക്രിക്കറ്റർ ആവില്ലായിരുന്നു. ആരാ പറയുന്നത്? നമ്മുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസമായ സുനിൽ ഗവാസ്കർ ആണ് പറയുന്നത്. ആൻഡ് ദിസ് ബുക്ക് വുഡ് സെർട്ടൻലി നോട്ട് ഹാവ് ബീൻ റിട്ടൺ. സെർട്ടൻലി എന്ന വാക്കിന്റെ അർത്ഥം തീർച്ചയായും. സുനിൽ ഗവാസ്കർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുക പോലും ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഗവാസ്കർ അങ്ങനെ പറയുന്നത്? ഇഫ് ആൻ ഈഗിൾ ഐഡ് റിലേഷൻ മിസ്റ്റർ നാരായൺ മസുരേക്കർ ഹാഡ് നോട്ട് കം ഇൻ ടു മൈ ലൈഫ് ദ ഡേ ഐ വാസ് ബോൺ. സുനിൽ ഗവാസ്കർ ജനിച്ച ദിവസം മിസ്റ്റർ നാരായൺ മസുരേക്കർ, അതായത് നമ്മുടെ സുനിൽ ഗവാസ്കറിന്റെ അങ്കിളാണ് പുള്ളി. അപ്പൊ മിസ്റ്റർ നാരായൺ മസുരേക്കർ അദ്ദേഹം ജനിച്ച ദിവസം വന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു ക്രിക്കറ്റർ ആവില്ലായിരുന്നു എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കാണാം ജൂലൈ 10, 1949. അപ്പം 1949 ജൂലൈ 10 നമ്മുടെ സുനിൽ ഗവാസ്കർ ജനിച്ചത്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഇനി അടുത്ത സെന്റൻസ്, ഇറ്റ് സീംസ് ദാറ്റ് നാൻ കാക്ക ആസ് ഐ കോൾ ഹിം. മിസ്റ്റർ നാരായൺ മസുരേക്കറിനെ നാൻ കാക്ക എന്നായിരുന്നു നമ്മുടെ ഗവാസ്കർ വിളിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? ഹു ഹാഡ് കം ടു സീ മീ ഇൻ ഹോസ്പിറ്റൽ ഓൺ മൈ ഫസ്റ്റ് ഡേ ഇൻ ദിസ് വേൾഡ് നോട്ടീസ്ഡ് എ ലിറ്റിൽ ഹോൾ നിയർ ദ ടോപ്പ് ഓഫ് മൈ ലെഫ്റ്റ് ഇയർ ലോബ്. നമ്മുടെ സുനിൽ ഗവാസ്കറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാരായൺ മസുരേക്കർ ആദ്യത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. വന്ന സമയത്ത്, കുട്ടി കണ്ട സമയത്ത് തന്നെ നാരായൺ മസുരേക്കറിന് മനസ്സിലായ കാര്യം, അല്ലെങ്കിൽ നാരായൺ മസുരേക്കർ ശ്രദ്ധിച്ച കാര്യം എന്തെന്ന് വെച്ചെങ്കിൽ, ഗവാസ്കറിന്റെ ഇടത്തെ ചെവിയുടെ ലോബിൽ, ലോബ് എന്ന് പറയുന്നത് ചെവിയുടെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം, അല്ലെങ്കിൽ എന്താ പറയാ, ഫ്ലഷി പാർട്ട്, ഇറച്ചിയുള്ള ഭാഗം, നമ്മൾ ഈ കാതിലൊക്കെ കുത്തുന്ന സ്ഥലം. അപ്പൊ അതിന്റെ ആ ഒരു സ്ഥലത്തിന്റെ ടോപ്പിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട്. അത് നമ്മുടെ നാരായൺ മസുരേക്കർ ശ്രദ്ധിച്ചിരുന്നു. അപ്പം അടുത്ത സെന്റൻസിൽ പറയുന്നത് നോക്കാം. The next day he came again and picked up the baby lying on the crib next to my mother. Crib എന്ന വാക്കിന്റെ അർത്ഥം തൊട്ടിൽ. The next day he came again. അപ്പൊ അടുത്ത ദിവസം നമ്മുടെ അങ്കിൾ മിസ്റ്റർ നാരായൺ മസുരേക്കർ വന്നു. and picked up the baby lying on the crib next to my mother. ഗവാസ്കറിന്റെ അമ്മയുടെ അടുത്ത് കിടക്കുന്ന കുട്ടിയെ എടുത്തു. to his utter horror, അതായത് പെട്ടെന്നുള്ള ഭയം, മുഴുവനായൊരു ഭയം എന്നാണ് അട്ടർ ഹൊറർ എന്ന വാക്കിന്റെ അർത്ഥം. അട്ടർ എന്ന് വെച്ചാൽ മുഴുവനായ, കംപ്ലീറ്റ് എന്നൊക്കെയാണ് അട്ടർ എന്ന വാക്കിന്റെ അർത്ഥം. ഹൊറർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ, ഭയം. ഭയവുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ് ഹൊറർ. പെട്ടെന്ന് ഭയന്നുപോയി. എന്താണ് ഭയക്കാനുള്ള കാരണം? He discovered that the baby did not have the hole on the left earlobe. നമ്മുടെ നാരായൺ മസുരേക്കർ എടുത്ത കുട്ടിയുടെ ഇടത്തെ ചെവിയിൽ ഹോൾസ് കാണുന്നില്ല. ഇന്നലെ പോയപ്പോ കണ്ടിരുന്നു, പക്ഷെ ഇന്നാണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസത്തും കാണുന്നില്ല. അപ്പം തന്നെ നമ്മുടെ മിസ്റ്റർ നാരായൺ മസുരേക്കർ പേടിച്ചു. അത് നമ്മൾ പറഞ്ഞല്ലോ, അട്ടർ ഹൊറർ പറഞ്ഞു. എ ഫ്രാൻറ്റിക് സെർച്ച് ഓഫ് ഓൾ ദ ക്രിബ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോളോഡ്. അദ്ദേഹം എന്താക്കിയെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ തൊട്ടിലും പരിശോധിക്കാൻ തുടങ്ങി. എ ഫ്രാൻറ്റിക് സെർച്ച്. ഫ്രാൻറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം
ഭ്രാന്തമായ തിരച്ചിൽ. നമ്മളിങ്ങനെ ഭ്രാന്തമായിട്ടൊരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് തിരയൂലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു തെരച്ചിലായിരുന്നു അത്. നാരായൺ മസ്രേക്കർ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഹോസ്പിറ്റലിലുള്ള എല്ലാ തൊട്ടിലും പരിശോധിച്ചു, കുട്ടിയെ കണ്ടെത്തണ്ടേ, ആ ഒരു രീതിയിൽ മുഴുവൻ പരിശോധിച്ചു നോക്കി. ഇപ്പൊ നമ്മുടെ സുനിൽ ഗവാസ്കറിനെ അപ്പൊ കിട്ടിയിട്ടുണ്ടാവാം, നോക്കാം നമുക്ക്. ആൻഡ് ഐ വാസ് ഇവൻച്വലി ലൊക്കേറ്റഡ് സ്ലീപ്പിംഗ് ബ്ലിസ്ഫുള്ളി ബിസൈഡ് എ ഫിഷർ വുമൻ. നമ്മുടെ സുനിൽ ഗവാസ്കർ ആണെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയായ സ്ത്രീ ഫിഷർ വുമന്റെ അടുത്ത് വളരെ സന്തോഷത്തോടുകൂടി, ബ്ലിസ്ഫുള്ളി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം, ഹാപ്പി ആയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയാണ് നമ്മൾ ഗവാസ്കർ. ഏത് രീതിയിലാണ്? ടോട്ടലി ഒബ്ലീവിയസ് ഓഫ് ദ കൊമോഷൻ ഐ ഹാഡ് കോസ്റ്റ്. ഒബ്ലീവിയസ് എന്ന വാക്കിന്റെ അർത്ഥം പരിസര ബോധമില്ലാത്തത്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധമില്ലാത്തത് എന്നൊക്കെയാണ് ഒബ്ലീവിയസ് എന്ന വാക്കിന്റെ അർത്ഥം. നമ്മുടെ സുനിൽ ഗവാസ്കർ ഇതൊക്കെ അറിയുന്നുണ്ടോ? ജനിച്ച 2-ാം ദിവസമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സുനിൽ ഗവാസ്കറിന് ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. ഓഫ് ദ കൊമോഷൻ. കൊമോഷൻ എന്ന വാക്കിന്റെ അർത്ഥം ബഹളം. അതായത് നാരായൺ മസ്രേക്കർ ബഹളമാക്കുന്നുണ്ടാവും, അങ്കളല്ലേ. അപ്പം ആ ഒരു ബഹളമൊന്നും അറിയാതെ, അതിനെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള ബോധമില്ലാതെ വളരെ സന്തോഷത്തോടെ കിടക്കുകയാണ് നമ്മൾ സുനിൽ ഗവാസ്കർ. ഓഫ് ദ കൊമോഷൻ ഐ ഹാഡ് കോസ്റ്റ്. അതായത് സുനിൽ ഗവാസ്കർ ഉണ്ടാക്കിയ ആ ഒരു ബഹളത്തെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാതെ കിടക്കുകയാണ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ദ മിക്സപ്പ് ഇറ്റ് അപ്പിയേഴ്സ്. ഇതുണ്ടാവാനുള്ള കാരണം മിക്സപ്പ് ആയിരുന്നു. കുട്ടിയെ അപ്പുറവും ഇപ്പുറവും മാറിപ്പോയി. ഫോളോഡ് ആഫ്റ്റർ ദ ബേബി ഈസ് ഹാഡ് ഗിവൺ ദെയർ ബാത്ത്. നമ്മുടെ നേഴ്സ് കുട്ടികളെ കുളിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് മാറിപ്പോയതാണ് സംഭവം. ഫിഷർ വുമനിന് സുനിൽ ഗവാസ്കറിനെ കൊടുത്തു, അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറിന്റെ അമ്മക്ക് നമ്മുടെ ഫിഷർ വുമന്റെ കുട്ടിയെയും കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞു. നമ്മൾ ഓരോ പാരഗ്രാഫ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് നിങ്ങളുടെ തന്നെ വാക്കുകളിൽ, നിങ്ങളെ തന്നെ വേർഡ്സിൽ നിങ്ങളത് പറയാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഭാഷയിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളത് റിസൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പ്രോസസ്സിന്റെ പേര് റെസിറ്റേഷൻ എന്നാണ്. നമ്മൾ ഈ ഇങ്ങനെ റിസൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് മാറ്റർ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലുള്ള ഓഡിയോ റെക്കോർഡർ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കിടക്കാം. പ്രൊവൈഡൻസ് ഹാഡ് ഹെൽപ് മീ ടു റീറ്റെയിൻ മൈ ട്രൂ ഐഡന്റിറ്റി. പ്രൊവൈഡൻസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവാധീനം, ദൈവീക ശക്തി അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തി എന്നൊക്കെയാണ്. റീറ്റെയിൻ എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചെടുക്കുക എന്നാണ്. ഐഡന്റിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വ്യക്തിത്വം. സുനിൽ ഗവാസ്കർ പറയുകയാണ്, ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ ദൈവിക ശക്തി കൊണ്ടാണ് എനിക്കെന്റെ ശരിയായ, ട്രൂ എന്ന് വെച്ചാൽ സത്യമായ, ശരിയായ വ്യക്തിത്വം തിരിച്ചെടുക്കാൻ വേണ്ടി, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചത് ദൈവമാണ്. ആൻഡ് ഇൻ ദ പ്രോസസ്, അപ്പൊ ദൈവം അങ്ങനെ സഹായിക്കുന്നതിലൂടെ ചാർട്ടർ ദ കോഴ്സ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതത്തിന്റെ വഴിയൊരുക്കുക. ചാർട്ടർ ദ കോഴ്സ് എന്ന ഫ്രേസിന്റെ അർത്ഥം വഴിയൊരുക്കുക, വഴി തീരുമാനിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ തന്റെ സുനിൽ ഗവാസ്കറിന്റെ വ്യക്തിത്വം തിരിച്ചെടുക്കുന്നതിലൂടെയാണ് ദൈവം തന്റെ ജീവിതത്തിലെ വഴി ഒരുക്കിയത് അല്ലെങ്കിൽ തീരുമാനിച്ചത് എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ഐ ഹാവ് ഓഫൻ വണ്ടേർഡ് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് നാച്ചർ ഹാഡ് നോട്ട് മാർക്ക് മീ ഔട്ട്. സുനിൽ ഗവാസ്കർ പറയുന്നത് വെച്ചെങ്കിൽ ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടുമായിരുന്നു. സുനിൽ ഗവാസ്കർ പറയുന്നു, എന്നെ നേച്ചർ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തന്റെ ഇടത്തെ ചെവിയിൽ ആ ഒരു ഹോൾസ് നൽകിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെ സുനിൽ ഗവാസ്കർ ആശ്ചര്യപ്പെടുമായിരുന്നു. വണ്ടർ എന്ന വാക്കിന്റെ അർത്ഥം ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക. ഇവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ആശ്ചര്യപ്പെടുക എന്നതാണ്. എന്നിട്ട് പറയുന്നു, ആൻഡ് ഗിവൺ മീ മൈ ഗോഡ് ബൈ ഗിവിംഗ് മീ ദ സ്മോൾ ഹോൾ ഓൺ മൈ ലെഫ്റ്റ് ഇയർ ലോബ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്റെ ഇടത്തെ ചെവിയിലുള്ള ലോബില് ആ ഒരു ചെറിയ ദ്വാരം നൽകിയിട്ടില്ലെങ്കിൽ, അങ്ങനെ നൽകി, ഗിവൺ മീ മൈ ഗാഡ്, എന്റെ സംരക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ബൈ ഗിവിംഗ് മീ ദാറ്റ് സ്മോൾ ഹോൾ, അങ്ങനെ ഒരു ചെറിയൊരു ഹോൾസ് എനിക്ക് നൽകി, എനിക്ക് സംരക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് സുനിൽ ഗവാസ്കർ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു. ആൻഡ് ഇഫ് നാൻകാക്ക ഹാഡ് നോട്ടീസ്ഡ് ദിസ് അബ്നോർമാലിറ്റി. നോർമാലിറ്റി എന്ന് വെച്ചാൽ സാധാരണമായ കാര്യം, അബ്നോർമാലിറ്റി എന്ന് വെച്ചാൽ അസാധാരണമായ കാര്യം.
അതായത് സുനിൽ ഗവാസ്കറിന്റെ ഇടത്തെ ചെവിയിലുള്ള ലോബിലുള്ള സ്മോൾ ഹോൾസ് അതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അബ്നോർമാലിറ്റി തന്റെ നാൻകാക്ക ആരാണ്? നമ്മളുടെ സുനിൽ ഗവാസ്കറിന്റെ അങ്കിളായ നാരായൺ മസ്രേക്കർ ആണ്. അപ്പം അദ്ദേഹം അത് കണ്ടിട്ടില്ലെങ്കിലൊക്കെ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെ നമ്മുടെ സുനിൽ ഗവാസ്കർ ചിന്തിക്കാറുണ്ടായിരുന്നു, ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു. സുനിൽ ഗവാസ്കർ പറയുന്നു, പെർഹാപ്സ് ചിലപ്പോൾ ഐ വുഡ് ഹാവ് ഗ്രോൺ അപ്പ് ടു ബി എൻ ഒബ്സ്ക്യൂർ ഫിഷർമാൻ. ഒബ്സ്ക്യൂർ എന്ന വാക്കിന്റെ അർത്ഥം ആരും അറിയപ്പെടാത്ത എന്നൊക്കെയാണ്. അപ്പം സുനിൽ ഗവാസ്കർ പറയുന്നു, അങ്ങനെ എന്റെ ഇടത്തെ ചെവിയിൽ ഒരു ഹോൾസ് ഉണ്ടായിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ തന്റെ അങ്കിളായ നാരായൺ മസ്രേക്കർ അത് കണ്ടിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ഐ വുഡ് ഹാവ് ഗ്രോൺ അപ്പ് ടു ബി എൻ ഒബ്സ്ക്യൂർ ഫിഷർമാൻ, ഞാൻ ആരും അറിയപ്പെടാത്ത ഒരു മത്സ്യത്തൊഴിലാളിയായി മാറിയേനെ എന്ന് പറയുന്നു. എങ്ങനെ? ടോയിലിംഗ് സംവെയർ അലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. ടോയിലിംഗ് എന്ന വാക്കിന്റെ അർത്ഥം കഷ്ടപ്പെട്ട് പണിയെടുക്കുക, അധ്വാനിക്കുക എന്നൊക്കെയാണ്. ടോയിലിംഗ് സംവെയർ അലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. വെസ്റ്റ് എന്നാൽ പടിഞ്ഞാറ്, കോസ്റ്റ് എന്ന കടൽ തീരം. പടിഞ്ഞാറുള്ള ഏതെങ്കിലും ഒരു കടൽ തീരത്ത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമായിരുന്നു. ആൻഡ് വാട്ട് വുഡ് ദ ബേബി ഹു ഫോർ എ സ്പെൽ ടുക്ക് മൈ പ്ലേസ്. ഇതിന് സുനിൽ ഗവാസ്കർ ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് ദ ബേബി? മറ്റു കുട്ടിയുടെ കാര്യം എന്താവുമായിരുന്നു? അതായത് സുനിൽ ഗവാസ്കറിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളിയായ സ്ത്രീയുടെ മകൻ, ആ ഒരു മകന്റെ അവസ്ഥ എന്താവുമായിരുന്നു? എ സ്പെൽ എന്ന വാക്കിന്റെ അർത്ഥം കുറച്ച് സമയത്തേക്ക്. ടുക്ക് മൈ പ്ലേസ്, കുറച്ച് സമയത്തേക്ക് എന്റെ സ്ഥാനമെടുത്ത ആ കുട്ടിയുടെ കാര്യം എന്താവുമായിരുന്നു എന്നും സുനിൽ ഗവാസ്കർ ആശ്ചര്യപ്പെടുമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഡു നോട്ട് നോ ഇഫ് ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ്. സുനിൽ ഗവാസ്കർ പറയുന്നു, എനിക്കറിയില്ല ആ ഒരു കുട്ടിക്ക് ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ താല്പര്യമുണ്ട് എന്ന് എനിക്കറിയില്ല. ഓർ വെദർ ഹി വിൽ റീഡ് ദിസ് ബുക്ക്. അതുപോലെ തന്നെ താൻ എഴുതുന്ന ഈ ഒരു പുസ്തകം അവൻ വായിക്കുമോ എന്നും എനിക്കറിയില്ല. സുനിൽ ഗവാസ്കർ തുടർന്ന് പറയുന്നു, ഐ ക്യാൻ ഓൺലി ഹോപ്പ് ദാറ്റ്. എനിക്ക് ഒന്നേ പ്രതീക്ഷിക്കാൻ പറ്റൂ ഇഫ് ഹി ഡസ്. അതായത് നമ്മുടെ ഫിഷർ വുമനിന്റെ മകൻ, മത്സ്യത്തൊഴിലാളിയായ ദമ്പതികളുടെ മകൻ, അദ്ദേഹം ഈ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, ഇഫ് ഹി ഡസ്, അങ്ങനെ വായിക്കുകയാണെങ്കിൽ, ഹി വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് എ ലിറ്റിൽ മോർ ഇൻട്രസ്റ്റ് ഇൻ സുനിൽ ഗവാസ്കർ. അങ്ങനെ ആ ഒരു കുട്ടി തന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ സുനിൽ ഗവാസ്കർ എന്നൊരാളോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ, കൂടുതൽ താല്പര്യം കാണിക്കാൻ വേണ്ടി തുടങ്ങുമെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് സെക്ഷൻ 1 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചെങ്കിൽ, നമുക്ക് കൂടുതലും എക്സാമിന് ചോദിക്കാറുള്ളത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻസോ അതും അല്ലെങ്കിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസോ ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷന്റെയും താഴെയുള്ള ക്വസ്റ്റ്യൻസ് അത് കൂടുതലും ചോദിക്കാറുള്ളത് 2 മാർക്കിനാണ്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടും ചോദിക്കാം. കോണ്ടെക്സ്റ്റ് ബേസ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ പാഠഭാഗത്തിൽ നിന്ന് കുറച്ച് സെന്റൻസുകളോ അല്ലെങ്കിൽ പാരഗ്രാഫോ നൽകി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുക ഓവറോൾ ക്വസ്റ്റ്യൻ പാർട്ടിൽ നിന്നാണ്. അത് ഓരോ പാഠത്തിനനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു പാഠത്തിൽ നമുക്ക് 2 സെക്ഷനുകളാണുള്ളത്. ഓരോ സെക്ഷന് താഴെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ 2 സെക്ഷനുകളും ഉൾപ്പെടുന്ന ഒരു ഓവറോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് 6 മാർക്കിനുള്ള ചോദ്യങ്ങളും കൂടുതൽ വരാൻ സാധ്യത. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് സുനിൽ ഗവാസ്കർ ബോൺ? സുനിൽ ഗവാസ്കർ ജനിച്ചത് എന്നാണ് സുനിൽ ഗവാസ്കർ ജനിച്ചത്? നമ്മളൊരു ബ്രാക്കറ്റിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് പാരഗ്രാഫിൽ. ഓൺ ജൂലൈ 10, 1949. സുനിൽ ഗവാസ്കർ ജനിച്ചത് ജൂലൈ 10, 1949 നമ്മൾ കൂടുതലും ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ സെന്റൻസ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫുൾ സെന്റൻസ് വെച്ച് ആൻസർ ചെയ്യും? സുനിൽ ഗവാസ്കർ വാസ് ബോൺ ഓൺ ജൂലൈ 10, 1949. അങ്ങനെയുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഡിഡ് സുനിൽസ് അങ്കിൾ മിസ്റ്റർ നാരായൺ മസ്രേക്കർ നോട്ടീസ് വെൻ ഹി കെയിം ടു സീ ദ ബേബി ഇൻ ഹോസ്പിറ്റൽ? നമ്മുടെ സുനിൽ ഗവാസ്കറിന്റെ അങ്കിളായ നാരായൺ മസ്രേക്കർ കുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നോട്ടീസ് ചെയ്ത, ശ്രദ്ധിച്ച കാര്യം എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും അല്ലെ? നമ്മൾ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഹി ഹാഡ് എ ലിറ്റിൽ ഹോൾ ഓൺ ഹിസ് ലെഫ്റ്റ് ഇയർ ലോബ്. സുനിൽ ഗവാസ്കറിന്റെ ഇടത്തെ ചെവിയിലുള്ള ലോബിൽ ചെറിയൊരു ദ്വാരം ഉള്ളതായിട്ട് നമ്മുടെ നാരായൺ മസ്രേക്കർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം പാർട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു
ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എങ്ങനെ ഫുൾ സെന്റൻസ് ആയിട്ട് പറയാം? സുനിൽസ് അങ്കിൾ മിസ്റ്റർ നാരായൺ മസുരേക്കർ നോട്ടീസ്ഡ്, അതായത് ശ്രദ്ധിച്ചു എന്ത്? ദാറ്റ് സുനിൽ ഗവാസ്കർ had a little hole on his left earlobe when he came to see the baby in hospital. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും. എ നോക്കാം. വാട്ട് വാസ് ദ ഹൊറിബിൾ തിങ് ദാറ്റ് ഹാപ്പൻഡ് ദ നെക്സ്റ്റ് ഡേ? സുനിൽ ഗവാസ്കർ ജനിച്ച പിറ്റേ ദിവസം സംഭവിച്ച ഭയാനകമായ കാര്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. എന്താണ് ഭയാനകമായി സംഭവിച്ചത്? അല്ലെ, നമുക്കറിയാലോ. നമുക്ക് ആൻസർ നോക്കാം. ദ ബേബി ഗോട്ട് എക്സ്ചേഞ്ച്ഡ് വിത്ത് അനദർ വൺ. നമ്മുടെ സുനിൽ ഗവാസ്കറും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയായ സ്ത്രീയുടെ മകനും തമ്മിൽ എക്സ്ചേഞ്ച് ആക്കപ്പെട്ടു. അതിന് കാരണം എന്തായിരുന്നു? നമ്മുടെ നേഴ്സ് കുട്ടികളെ കുളിപ്പിച്ചതിന് ശേഷം തിരിച്ചു കൊടുത്ത സമയത്ത് നമ്മുടെ നേഴ്സിന് മാറിപ്പോയതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ബി നോക്കാം. വേർ വാസ് ദ മിസ്സിംഗ് ചൈൽഡ് ഫൗണ്ട്? അങ്ങനെ കാണാതെ പോയ കുട്ടിയെ എവിടെ വെച്ചായിരുന്നു കണ്ടെത്തിയത്? എവിടെ വെച്ചാണ് കണ്ടെത്തിയത്? നമ്മൾ പറഞ്ഞു, സ്ലീപ്പിംഗ് നെക്സ്റ്റ് ടു എ ഫിഷർ വുമൻ, അതായത് മത്സ്യത്തൊഴിലാളിയായ സ്ത്രീയുടെ അടുക്കൽ കിടക്കുന്നതായിട്ടാണ് നമ്മുടെ സുനിൽ ഗവാസ്കറിനെ നമ്മുടെ അങ്കിളാണ് കണ്ടെത്തിയത്, മിസ്റ്റർ നാരായൺ മസുരേക്കർ കണ്ടെത്തിയത്. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇഫ് നാൻ കാക്ക had not noticed the hole on his ear, where would he be living? സുനിൽ ഗവാസ്കറിന്റെ ചെവിയിലുള്ള ദ്വാരം ഗവാസ്കറിന്റെ അങ്കിളായ നാരായൺ മസുരേക്കർ അഥവാ നാൻ കാക്ക ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ സുനിൽ ഗവാസ്കർ എവിടെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. എന്താണ് ആൻസർ? മേ ബി വിത്ത് ദ ഫിഷർ വുമൻ, അല്ലെ? നമ്മുടെ മത്സ്യത്തൊഴിലാളിയായ സ്ത്രീയുടെ കൂടെ ജീവിക്കുമായിരുന്നു, അവരുടെ മകനായിട്ട് വളരുമായിരുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ പാസേജ് which mean the same as. അതായത് താഴെ കുറച്ച് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, അതിന് അനുയോജ്യമായ വേർഡ് നമ്മൾ പാസേജിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പൊ 4 മീനിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ മീനിങ്സ് നോക്കാം. എ, ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മോൾ ഡീറ്റെയിൽസ്. കാര്യങ്ങളെ നല്ല ശ്രദ്ധയോടെ കാണുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസിനൊക്കെ നോട്ടീസ് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു അർത്ഥം വരുന്ന വേർഡ് എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഏതാണ് ആ ഒരു വേർഡ്? നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പഠിച്ചിരുന്നു. ഈഗിൾ ഐഡ്, അല്ലെ? കഴുക കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആ ഒരു മീനിങ് വരുന്ന വേർഡ്. ഇനി ബി, unaware of what is happening. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാത്തത്. ഈ ഒരു മീനിങ് വരുന്ന വേർഡ് എന്തായിരിക്കും? ഒബ്ലീവിയസ്. സുനിൽ ഗവാസ്കറിനെ നമ്മുടെ നാരായൺ മസുരേക്കർ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് സുനിൽ ഗവാസ്കർ മത്സ്യത്തൊഴിലാളിയായ സ്ത്രീയുടെ അടുക്കല് വളരെ സന്തോഷത്തോടു കൂടി കിടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ടോട്ടലി ഒബ്ലീവിയസ് ഓഫ് ദ കൊമോഷൻ ഐ ഹാഡ് കോസ്റ്റ് എന്ന്. അതായത് ആ ഒരു ബഹളത്തെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ കിടക്കുകയായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം അവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, അതായത് അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം അതിന്റെ ആൻസർ ഒബ്ലീവിയസ്. ഇനി മൂന്നാമത്തെ ചോദ്യം. അൺനോൺ നോർ വിൽ ബി നോൺ. അൺനോൺ അറിയാത്തത്, നോർ വിൽ ബി നോൺ അറിയാനും പോകുന്നില്ല. ഇങ്ങനെ ഒരു മീനിങ് വരുന്ന വേർഡ് എന്താണ്? എന്തായിരിക്കും അതിന്റെ ആൻസർ? ആൻസർ ഒബ്സ്ക്യൂർ എന്നാണ്. സുനിൽ ഗവാസ്കർ ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് സുനിൽ ഗവാസ്കർ പറയുന്നത്, ഞാൻ മത്സ്യത്തൊഴിലാളിയായ സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആരും അറിയപ്പെടാത്ത, അല്ല, ഒരു ഒബ്സ്ക്യൂർ ഫിഷർമാൻ, ആരും അറിയപ്പെടാത്ത ഒരു മത്സ്യത്തൊഴിലാളിയായി മാറിയേനെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അവിടെയാണ് ഒബ്സ്ക്യൂർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഡി നോക്കാം. എ ഷോർട്ട് പീരീഡ്, കുറഞ്ഞ സമയം അല്ലെങ്കിൽ ചെറിയ ദൈർഘ്യം. അപ്പൊ ഈ ഒരു മീനിങ് വരുന്ന വേർഡ് എന്താണ്? നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെയാണ് ഈ ഒരു വേർഡും വരുന്നത്. ആൻസർ എസ്പെൽ. എസ്പെൽ എന്നാണ് കുറഞ്ഞ ദൈർഘ്യം എന്ന അർത്ഥം വരുന്ന വേർഡ്. അപ്പം ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ 1ന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്ഷൻ 2 ഡിസ്കസ് ചെയ്യാം. ഹൗ ഡിഡ് സുനിൽ ബിഗിൻ പ്ലേയിങ് ക്രിക്കറ്റ്? സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഹു ഹെൽപ് ടു ഡെവലപ്പ് ഹിസ് ടാലന്റ് ആസ് എ ക്രിക്കറ്റർ? ക്രിക്കറ്റർ എന്ന നിലയിൽ സുനിൽ ഗവാസ്കറിന്റെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത് ആരാണ്? ലെറ്റ്സ് റീഡ് ഓൺ. നമുക്ക് വായിക്കാം. അപ്പൊ ഇനിയുള്ള പാരഗ്രാഫിൽ നിന്ന് നമ്മോട് ചോദിച്ച 2 ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പാരഗ്രാഫ് തുടങ്ങാം. മൈ മോസ്റ്റ് വിവിഡ് റികളക്ഷൻ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ് ഈസ് ദ ടൈം ഐ ഓൾമോസ്റ്റ് ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. അപ്പൊ സുനിൽ ഗവാസ്കർ
ഗവാസ്കർ പറയുകയാണ് തന്റെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്ന ദിവസങ്ങളിലെ അദ്ദേഹത്തിന് ഏറ്റവും വ്യക്തമായ ഓർമ്മ, വിവിഡ് എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമായത്, സ്പഷ്ടമായത് എന്നൊക്കെയാണ്. റീകളക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി എന്നൊക്കെയാണ്. അപ്പോൾ സുനിൽ ഗവാസ്കറിന് താൻ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഓർമ്മയുള്ളത് ഇസ് ദ ടൈം ഐ ഓൾമോസ്റ്റ് ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. സുനിൽ ഗവാസ്കറിന്റെ അമ്മയുടെ മൂക്ക് ഏകദേശം പൊളിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഷീ യൂസ് ടു ബൗൾ ടു മീ in the small gallery of our house where we played our daily match with a tennis ball. സുനിൽ ഗവാസ്കറിന്റെ അമ്മ സുനിൽ ഗവാസ്കറിന് തന്റെ വീട്ടില് ഒരു ചെറിയൊരു ഗാലറി ഉണ്ടായിരുന്നു. ഇവിടെ ഗാലറി എന്ന വാക്കിന്റെ അർത്ഥം ഒരു നടപ്പാത. അപ്പൊ ഒരു നടപ്പാതയിൽ ഇവര് ദിവസവും സുനിൽ ഗവാസ്കറും സുനിൽ ഗവാസ്കറിന്റെ അമ്മയും ടെന്നീസ് ബോൾ വെച്ചുകൊണ്ട് ഡെയിലി മാച്ച് കളിക്കുമായിരുന്നു. അതായത് ദിവസവും ഇങ്ങനെ അവർ തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കളിക്കുമായിരുന്നു. സിൻസ് ദ ഏരിയ വാസ് സ്മോൾ ഷീ വുഡ് നീൽ ടു ബൗൾ. അപ്പൊ അവർ കളിച്ചിരുന്ന സ്ഥലം ഒരു നടപ്പാതയല്ലേ, ചെറിയൊരു സ്ഥലമായിരുന്നു. അപ്പൊ സുനിൽ ഗവാസ്കറിന്റെ അമ്മ സുനിൽ ഗവാസ്കറിന് ബോൾ എറിയാൻ വേണ്ടിയിട്ട് മുട്ടുകുത്തിയിരിക്കുമായിരുന്നു. നീൽ എന്ന വാക്കിന്റെ അർത്ഥം മുട്ടുകുത്തുക എന്നാണ്. ഓർ റാദർ ലോബ് ദ ബോൾ ടു മീ. അല്ലെങ്കിൽ സുനിൽ ഗവാസ്കറിന്റെ അമ്മ സുനിൽ ഗവാസ്കറിന് ബോൾ ഇങ്ങനെ ഉയർത്തിയെറിയുമായിരുന്നു. ലോബ് എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെ ഉയർത്തിയെറിയുക. അപ്പൊ എന്താ സംഭവിച്ചത്? ഐ ഹിറ്റ് വൺ സ്ട്രേറ്റ് ബാക്ക് ആൻഡ് കോട്ട് ഹെർ ബാങ് ഓൺ ദ നോസ്. സുനിൽ ഗവാസ്കർ ബാറ്റ് പിടിക്കുകയായിരുന്നു. അപ്പൊ ബോൾ എറിഞ്ഞ സമയത്ത് സുനിൽ ഗവാസ്കർ സ്ട്രെയിറ്റ് തന്നെ അടിച്ചു. നേരെ ബോൾ സുനിൽ ഗവാസ്കറിന്റെ അമ്മയുടെ മൂക്കിന് തന്നെ കൊണ്ടു. അതാണ് ബാങ് എന്ന വാക്കിന്റെ അർത്ഥം ശക്തമായി അടിക്കുക എന്നാണ്. അതെന്താ? വിച്ച് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. ഇപ്പൊ പന്ത് കൊണ്ട സമയത്ത് സുനിൽ ഗവാസ്കറിന്റെ അമ്മയുടെ മൂക്ക് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി, രക്തം വരാൻ തുടങ്ങി. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ രക്തം വരിക. ഓൾദോ ഇറ്റ് വാസ് എ ടെന്നീസ് ബോൾ. അതൊരു ടെന്നീസ് ബോൾ കൊണ്ടായിരുന്നു ഇവർ കളിച്ചിരുന്നത്. സാധാരണ ക്രിക്കറ്റ് കളിക്കുന്നത് ഹാർഡ് ബോൾ കൊണ്ടാണ്. ടെന്നീസ് ബോൾ ആയിരുന്നിട്ടും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഓഫ് us വാസ് വെരി ഷോർട്ട്. അപ്പം സുനിൽ ഗവാസ്കറും അമ്മയും ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം തന്നെ ചെറുതായിരുന്നു. അപ്പൊ സ്ഥലം ചെറുതാകുന്ന സമയത്ത് അവർ തമ്മിലുള്ള അകലം എന്തായിരിക്കും? കുറവായിരിക്കും. വിച്ച് അക്കൗണ്ട്സ് ഫോർ ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ ബോൾ ഹിറ്റ് ഹെർ. അപ്പൊ അങ്ങനെ ചെറിയൊരു സ്ഥലമായത് കൊണ്ട് തന്നെ സുനിൽ ഗവാസ്കർ സ്ട്രെയിറ്റ് അടിച്ച സമയത്ത് പന്ത് വളരെ ശക്തിയോടെ തന്നെയാണ് പോയത്. അവര് തമ്മിലുള്ള ഡിസ്റ്റൻസും കുറവായിരുന്നു. അപ്പൊ പന്ത് ശക്തമായി പോയിട്ട് സുനിൽ ഗവാസ്കറിന്റെ അമ്മയുടെ മൂക്കിന് തന്നെ കൊണ്ടു. ഐ വാസ് ഫ്രൈറ്റൻഡ് ബട്ട് ഷീ സ്ട്രക്ഡ് ഇറ്റ് ഓഫ്. അപ്പൊ സുനിൽ ഗവാസ്കർ പെട്ടെന്ന് അമ്മയുടെ മൂക്കിൽ നിന്ന് രക്തമൊക്കെ വന്ന സമയത്ത് പേടിച്ചുപോയി. ഫ്രൈറ്റൻഡ് എന്ന വാക്കിന്റെ അർത്ഥം പേടിക്കുക, ഭയപ്പെടുക എന്നൊക്കെയാണ്. ഐ വാസ് ഫ്രൈറ്റൻഡ് ബട്ട് ഷീ സ്ട്രക്ഡ് ഇറ്റ് ഓഫ്. പക്ഷെ സുനിൽ ഗവാസ്കറിന്റെ അമ്മ അതിനെ നിസ്സാരമായിട്ട് കണ്ടു. ഷ്രഗ് ഓഫ് എന്ന വാക്കിന്റെ അർത്ഥം നിസ്സാരമായി കാണുക, നിസ്സാരവൽക്കരിക്കുക എന്നൊക്കെയാണ്. സുനിൽ ഗവാസ്കറിന്റെ അമ്മ എന്ത് ചെയ്തു? വാഷ്ഡ് ഹെർ ഫേസ്, പോയിട്ട് മുഖമൊക്കെ കഴുകി. ആൻഡ് ആസ് ദ ബ്ലീഡിംഗ് സ്റ്റോപ്ഡ്. അപ്പൊ മുഖമൊക്കെ കഴുകിയ സമയത്ത് ആ വരുന്ന രക്തമൊക്കെ സ്റ്റോപ്പായി നിന്നു. വി കണ്ടിന്യൂഡ് ദി ഗെയിം. എന്നിട്ട് സുനിൽ ഗവാസ്കറിന്റെ അമ്മ റെസ്റ്റ് എടുക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. സുനിൽ ഗവാസ്കറിനോടൊപ്പം ഗെയിം കണ്ടിന്യൂ ചെയ്തു, ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ബട്ട് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഇറ്റ് വാസ് ഓൺലി ഫോർവേഡ് ഡിഫൻസ് ഫോർ മീ. പക്ഷെ ആ ബാക്കിയുള്ള അവർ കളിച്ച കളിയിലൊക്കെ അല്ലെങ്കിൽ ആ ദിവസത്തെ ബാക്കിയുള്ള കളിയിലൊക്കെ സുനിൽ ഗവാസ്കർ കളിച്ചത് ഫോർവേഡ് ഡിഫൻസ് മാത്രമായിരുന്നു. അതായത് അമ്മ പന്തെറിയുന്ന സമയത്ത് ജസ്റ്റ് നമ്മ മുട്ടിക്കളിക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തത് മാത്രമായിരുന്നു. ഐ റെസ്ട്രെയിൻഡ് മൈസെൽഫ് ആൻഡ് പ്ലേഡ് നോ അറ്റാക്കിംഗ് ഷോട്ട്. അപ്പൊ സുനിൽ ഗവാസ്കർ പറഞ്ഞു ഐ റെസ്ട്രെയിൻഡ് മൈസെൽഫ്. റെസ്ട്രെയിൻ എന്ന വാക്കിന്റെ അർത്ഥം നിയന്ത്രിക്കുക. ഐ റെസ്ട്രെയിൻഡ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ആൻഡ് പ്ലേഡ് നോ അറ്റാക്കിംഗ് ഷോട്ട്, അറ്റാക്കിംഗ് ആയിട്ട് അതായത് വളരെ ശക്തിയോടെ ഒന്നും അടിച്ചിട്ടില്ല എന്ന്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. നമ്മൾ ഓരോ പാരഗ്രാഫ് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതായത് നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫിൽ എന്തൊക്കെയാണ് മനസ്സിലായത് എന്ന് നിങ്ങളുടെ തന്നെ വേർഡ്സിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ക്രിക്കറ്റ് ടു യൂസ് എ ക്ലീഷേ ഈസ് ഇൻ മൈ ബ്ലഡ്. സുനിൽ ഗവാസ്കർ പറയുന്നു ക്രിക്കറ്റ് ടു യൂസ് എ ക്ലീഷേ, ഒരു ക്ലീഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസ് ഇൻ മൈ ബ്ലഡ്, എന്റെ രക്തത്തിലുള്ള സംഭവമാണ് ക്രിക്കറ്റ് എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ക്ലീഷ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു പഴകിയ ശൈലി, ചൊല്ല് എന്നിങ്ങനെയൊക്കെയാണ്. ഉദാഹരണം നമ്മൾ പറയാറില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ. അതൊക്കെ പഴകിയ ശൈലികളാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലീഷ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം ഈസ് ഇൻ മൈ ബ്ലഡ്, എന്റെ രക്തത്തിലുള്ളതാണ്. അതായത് ക്രിക്കറ്റുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിലാണ്, ഒരു പാരമ്പര്യത്തിലാണ് താൻ ജനിച്ചത് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. മൈ ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ്. സുനിൽ ഗവാസ്കറിന്റെ ഫാദർ, സുനിൽ ഗവാസ്കറിന്റെ
അച്ഛന്റെ കാലത്ത് ഒരു നല്ലൊരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. ആൻഡ് എ കീൻ സ്റ്റുഡന്റ് ഓഫ് ദി ഗെയിം. ക്രിക്കറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. കീൻ സ്റ്റുഡന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുനിൽ ഗവാസ്കറിന്റെ അച്ഛന് ക്രിക്കറ്റോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളാണ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ നൗ വി ഹാവ് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദി ഗെയിം. സുനിൽ ഗവാസ്കർ പറയുന്നു, ഇപ്പോഴും വി ഹാവ് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ്, നമ്മൾ വളരെ താല്പര്യമുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദി ഗെയിം. ക്രിക്കറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ വിവിധ തലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗോടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ഹിസ് അഡ്വൈസ് ഇൻവാലുവബിൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് മൈ കരിയർ. സുനിൽ ഗവാസ്കർ പറയുകയാണ്, സുനിൽ ഗവാസ്കറിന്റെ കരിയറിന്റെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ അദ്ദേഹം മാറാനുള്ള കാരണം അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റിന് സുനിൽ ഗവാസ്കറിന്റെ അച്ഛന്റെ അഡ്വൈസസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഇൻവാല്യുവബിൾ ആയിരുന്നു, അതായത് വളരെയധികം അമൂല്യമായ കാര്യമായിരുന്നു എന്നാണ് സുനിൽ ഗവാസ്കർ ഇവിടെ പറയുന്നത്. ആൻഡ് ആസ് ഐ ഹാവ് ഓൾറെഡി സെഡ്, സുനിൽ ഗവാസ്കർ പറയുന്നു, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സുനിൽ ഗവാസ്കർ നേരത്തെ പറഞ്ഞ കാര്യം ആരെ കുറിച്ചാണ്? താൻ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അപ്പം ഐ ഹാവ് ഹാഡ് ദ പ്രിവിലേജ് ഓഫ് ഹാവിംഗ് എ ക്രിക്കറ്റിംഗ് മദർ. സുനിൽ ഗവാസ്കർ പറയുന്നു, എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് താല്പര്യമുള്ള ഒരു അമ്മയുണ്ടായി എന്നൊരു അനുഗ്രഹം കൂടി ഉണ്ട് എന്ന്. പ്രിവിലേജ് എന്ന വാക്കിന്റെ അർത്ഥം അനുഗ്രഹം. നേരത്തെ നമ്മൾ ഇൻവാല്യുബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവാല്യുബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? അമൂല്യമായത്. അപ്പം സുനിൽ ഗവാസ്കർ പറയുന്നു, സുനിൽ ഗവാസ്കറിന് ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഒരു അമ്മയുണ്ടായി എന്നൊരു അനുഗ്രഹമുണ്ട്. ഹു ഹെൽപ് മീ ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ ഗെയിം ഐ ഹാവ് കം ടു ലവ്. അതായത് ഞാൻ ഇഷ്ടപ്പെട്ട ഗെയിം, അതായത് എന്താണ്? ക്രിക്കറ്റ്. ക്രിക്കറ്റിലേക്കുള്ള ആദ്യത്തെ ചുവടുകൾ എടുക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് എന്റെ അമ്മയാണ് എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ഇനി മൈ അങ്കിൾ മാധവ് മന്ത്രി. അപ്പൊ സുനിൽ ഗവാസ്കർ പറയുന്നു, എന്റെ അങ്കിൾ ഉണ്ട് മാധവ് മന്ത്രി. നമ്മൾ നേരത്തെ ഒരു സുനിൽ ഗവാസ്കറിന്റെ അങ്കിളിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ? അത് നമ്മൾ നോട്ട് ചെയ്യണം. അതാരായിരുന്നു? മിസ്റ്റർ നാരായൺ മസരേക്കർ ആയിരുന്നു. അദ്ദേഹമാണ് സുനിൽ ഗവാസ്കറിന്റെ ഇടത്ത് ചെവിയിലുള്ള ഹോൾസ് ഒക്കെ നോട്ടീസ് ചെയ്തത്. ഇപ്പൊ ഇവിടെ വേറൊരു അങ്കിളെ കുറിച്ചാണ് പറയുന്നത്, മാധവ് മന്ത്രി. അപ്പൊ അദ്ദേഹം ഹു പ്ലേഡ് ഫോർ ഇന്ത്യ ഇൻ 4 ഒഫീഷ്യൽ ടെസ്റ്റ്. അപ്പൊ സുനിൽ ഗവാസ്കറിന്റെ അങ്കിളായ മാധവ് മന്ത്രി ഇന്ത്യക്ക് വേണ്ടിയിട്ട് 4 ഒഫീഷ്യൽ ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്. ദോ നോട്ട് വെരി സക്സസ്ഫുള്ളി, അത്ര വിജയകരമായിട്ടൊന്നല്ല അദ്ദേഹം കളിച്ചത്. വാസ് എ ഫോഴ്സ് ടു റെക്കൺ വിത്തിൻ ഫസ്റ്റ് ക്ലാസ് ഗെയിംസ്. ഫസ്റ്റ് ക്ലാസ് ഗെയിംസുകളിലൊക്കെ, അതായത് സംസ്ഥാനങ്ങൾ തമ്മിൽ ഉള്ള ഫസ്റ്റ് ക്ലാസ് ഗെയിംസ് ഉണ്ടാവും, ആ ഗെയിംസുകളിലൊക്കെ മാധവ് മന്ത്രി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരാളായിരുന്നു. എ ഫോഴ്സ് ടു റെക്കൺ വിത്ത് എന്നതിന്റെ അർത്ഥം ഒഴിച്ചുകൂടാൻ കഴിയാത്തത്, സ്ട്രോങ് ആൻഡ് കനോട്ട് ബി ഇഗ്നോർഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതായത് വളരെയധികം സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആളായിരുന്നു എന്നാണ് പറയുന്നത്. Whenever I went to my uncle's house, my favorite pastime used to be take out his pullovers. ഇവിടെ സുനിൽ ഗവാസ്കർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, സുനിൽ ഗവാസ്കർ തന്റെ അങ്കിളിന്റെ വീട്ടിലേക്ക്, മാധവ് മന്ത്രിയുടെ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പാസ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൈം പാസ് ഒക്കെ പറയൂലേ, എന്താ ഒരു നേരം പോക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നേരം പോക്ക്. എന്താണെന്ന് വെച്ചെങ്കിൽ ടു ടേക്ക് ഔട്ട് ഹിസ് പുള്ളോവേഴ്സ്. നമ്മുടെ മാധവ് മന്ത്രിയുടെ പുള്ളോവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ടെസ്റ്റ് കളിക്കുന്ന സമയത്ത് ആ മത്സരത്തിൽ പ്ലേയേഴ്സ് ഇടുന്ന ഒരു തരം വസ്ത്രമുണ്ട്, തലയിലൂടെ ഇടുന്ന ഒരു ടീഷർട്ട് പോലെയുള്ള വസ്ത്രമുണ്ട്, അതിനെയാണ് പുള്ളോവേഴ്സ് എന്ന് പറയുന്നത്. പുൾ ഓവർ, ഇങ്ങനെ വലിച്ചിടുന്നത്, അങ്ങനെ നമുക്ക് നോക്കാം അതിന്റെ അർത്ഥമായിട്ട്. അപ്പം പുള്ളോവേഴ്സ് എടുക്കലായിരുന്നു നമ്മുടെ സുനിൽ ഗവാസ്കറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നേരം പോക്ക്, പാസ് ടൈം. ആൻഡ് കെയർസ് ദം വിത്ത് എ സെൻസ് ഓഫ് ലോങ്ങിങ്. ആ പുള്ളോവേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് അതിനെ തടവലായിരുന്നു സുനിൽ ഗവാസ്കറിന്റെ ഒരു ടൈം പാസ് ഉണ്ടായിരുന്നത്. കെയറസ് എന്ന വാക്കിന്റെ അർത്ഥം തടവുക. അതുപോലെ തന്നെ സെൻസ് ഓഫ് ലോങ്ങിങ്, ഒരു ആഗ്രഹം കൊണ്ട് അല്ലെ, ഒരു കാര്യത്തെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ തടവുമായിരുന്നു. ഐ വാസ് സോ അട്രാക്റ്റഡ് ബൈ ദ ഇന്ത്യ ടെസ്റ്റ് പുള്ളോവേഴ്സ്. നമ്മുടെ സുനിൽ ഗവാസ്കറിന് ഇന്ത്യൻ ടെസ്റ്റ് പുള്ളോവേഴ്സിനോട് വളരെയധികം അട്രാക്ഷൻ ആയിരുന്നു, വളരെയധികം താല്പര്യമായിരുന്നു. ദാറ്റ് വൺസ് ഐ ഈവൻ ഡെയർ ടു ആസ്ക് ഹിം ഇഫ് ഐ കുഡ് ടേക്ക് വൺ. അതായത് അദ്ദേഹത്തിന് ഈ ടെസ്റ്റ് പുള്ളോവേഴ്സിനോട് വളരെയധികം താല്പര്യം ഉണ്ടായത് കൊണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ മാധവ് മന്ത്രിയോട് പോയിട്ട് സുനിൽ ഗവാസ്കർ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിരുന്നു. ഒരു ടെസ്റ്റ് പുള്ളോവേഴ്സ് ഞാനൊന്ന് എടുത്തോട്ടെ, എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം കാണിച്ചിരുന്നു. ഡെയർഡ് എന്ന വാക്കിന്റെ അർത്ഥം ധൈര്യം കാണിക്കുക. സിൻസ് ഹി ഹാഡ് സോ മെനി. സുനിൽ ഗവാസ്കറിന്റെ അങ്കിളായി മാധവ് മന്ത്രിക്ക് ധാരാളം ടെസ്റ്റ് പുള്ളോവേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊന്ന് എടുത്തോട്ടെ എന്നാണ് ചോദിച്ചത്. മൈ അങ്കിൾ ടോൾഡ് മീ ദാറ്റ് വൺ ഹാസ് ടു സ്വെറ്റ് ആൻഡ്
ഏൺ ദ ഇന്ത്യ കളേഴ്സ്. അപ്പൊ സുനിൽ ഗവാസ്കറിന്റെ അങ്കിള് പറഞ്ഞത് ഒരാൾക്ക് ഇന്ത്യയുടെ വർണ്ണങ്ങൾ ലഭിക്കണമെങ്കിൽ, ഇവിടെ പുള്ളോവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, പുള്ളോവേഴ്സ് ലഭിക്കണമെങ്കിൽ വൺ ഹാസ് ടു സ്വെറ്റ്, ഒരാൾ എന്താ ചെയ്യണം, വിയർക്കണം, ആൻഡ് ഏൺ ദ ഇന്ത്യ കളേഴ്സ്, ഇന്ത്യയുടെ വർണ്ണങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യണമെന്ന് അങ്കിളായ മാധവ് മന്ത്രി സുനിൽ ഗവാസ്കറോട് പറഞ്ഞു. ആൻഡ് ഐ ടു ഷുഡ് വർക്ക് ഹാർഡ് ടു ഏൺ ദ ഡിസ്റ്റിങ്ഷൻ. അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറിനോട് പറയുകയാണ്, നീയും ഈ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം ബഹുമതി, ഈ ഒരു ബഹുമതി നേടണമെങ്കിൽ, കരസ്ഥമാക്കണമെങ്കിൽ നീയും എന്ത് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണമെന്ന് സുനിൽ ഗവാസ്കറിന്റെ അങ്കിളായ മാധവ് മന്ത്രി സുനിൽ ഗവാസ്കറിനോട് പറഞ്ഞു. ദാറ്റ് ഈസ് എ ലെസൺ ഐ ഹാവ് നെവർ ഫോർഗോട്ടൺ. ആ ഒരു പാഠം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല എന്ന് സുനിൽ ഗവാസ്കർ പറയുന്നു. കാരണം എന്താണ്, സുനിൽ ഗവാസ്കർ ചെറിയൊരു ചൈൽഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പം സുനിൽ ഗവാസ്കർ തനിക്ക് ഈ ഒരു ടെസ്റ്റ് പുള്ളോവേഴ്സ് തരുമോ എന്ന് ചോദിച്ച സമയത്ത് അങ്കിൾ എന്തായിട്ടില്ല, കുട്ടി പറഞ്ഞതല്ലേ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടില്ല, മറിച്ച് ഒരു കുട്ടിയിൽ ഒരു ആവേശമുണ്ടാക്കി. അതായത് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ സന്തോഷം, അവിടെയാണ് നമ്മുടെ സക്സസ് എന്ന രീതിയിൽ ആയിരുന്നു അങ്കിള് സംസാരിച്ചത്, അല്ലെ? അപ്പൊ ആ ഒരു പാഠം സുനിൽ ഗവാസ്കർ ഇതുവരെയും മറന്നിട്ടില്ല എന്ന് പറയുന്നു. Looking back, I am glad that my uncle did not succumb to my childish fancy. സുനിൽ ഗവാസ്കർ പറയുന്നു, ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ ചൈൽഡിഷ് ഫാൻസി എന്ന് വെച്ചാൽ ഒരു കുട്ടിത്തമായ മോഹം, ആ ഒരു മോഹത്തിന് മുന്നിൽ എന്റെ അങ്കിൾ മാധവ് മന്ത്രി കീഴടങ്ങാത്തത് ഒരു കണക്കിന് നല്ലത് തന്നെ, അതിൽ ഞാൻ സന്തോഷവാനാണ് എന്നാണ് സുനിൽ ഗവാസ്കർ ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻസ്റ്റെഡ്, അങ്ങനെ കീഴടങ്ങാതെ സുനിൽ ഗവാസ്കറിന്റെ അങ്കിൾ എന്താ ചെയ്തത്, ടോട്ട് മീ ദാറ്റ് ദർ വാസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ്. അതായത് ടോപ്പിലേക്ക്, സക്സസിലേക്ക് എളുപ്പ വഴികളില്ല എന്നാണ് സുനിൽ ഗവാസ്കറിന്റെ അങ്കിള് ഗവാസ്കറിനെ പഠിപ്പിക്കുന്നത്. അതായത് എന്താണ്, ഒരു കാര്യം ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ നേടിയെടുക്കണം, അല്ലാതെ ഷോർട്ട് കട്ടിൽ നേടിയെടുക്കരുത്, അല്ലെങ്കിൽ ടോപ്പിലേക്ക് ഷോർട്ട് കട്ട് ഇല്ല എന്ന രീതിയിലായിരുന്നു സുനിൽ ഗവാസ്കർ ടെസ്റ്റ് പുള്ളോവേഴ്സ് ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് അങ്കിള് ഗവാസ്കറിനോട് പറഞ്ഞത്. ഐ വാസ് ഓൾസോ ഫാസിനേറ്റഡ് ബൈ ദ മെനി സുവനീർസ് ഹി ഹാഡ്. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ ഗവാസ്കറിന്റെ അങ്കിളായ മാധവ് മന്ത്രിക്ക് ധാരാളം സുവനീറുകൾ ഉണ്ടായിരുന്നു. എന്താണ് സുവനീർ? സുവനീർ എന്ന വാക്കിന്റെ അർത്ഥം സ്മാരകം എന്നൊക്കെയാണ്. പൊതുവെ വേറൊരു രാജ്യത്തെ ഒക്കെ സന്ദർശിച്ചു കഴിഞ്ഞെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, അവിടുന്ന് എന്തെങ്കിലും ഒരു സ്മാരകം പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ വാങ്ങും. എന്തിനാ ഇത് വാങ്ങുന്നത്? ആ ഒരു രാജ്യത്തെ കുറിച്ച് വേണ്ടി ഓർക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വാങ്ങുന്നത്. ഇതിനാണ് നമ്മൾ സുവനീർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മാധവ് മന്ത്രിക്ക് ധാരാളം സുവനീറുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താക്കി, നമ്മുടെ സുനിൽ ഗവാസ്കറിനെ വളരെയധികം ആകൃഷ്ടനാക്കി ആ ഒരു സുവനീർസിനോട്. ആൻഡ് ദ ലാർജ് നമ്പർ ഓഫ് ട്രോഫീസ് ഹി ഹാഡ് വൺ. അപ്പം സുവനീറുകളോട് മാത്രമല്ല അദ്ദേഹത്തിന് ആകർഷത തോന്നിയത്, മാധവ് മന്ത്രി വിൻ ചെയ്ത ധാരാളം ട്രോഫികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് അതിനോട് നമ്മുടെ സുനിൽ ഗവാസ്കർ ആകൃഷ്ടനായി. വാട്ട് ഐ ലൈക്ക് മോസ്റ്റ് വാസ് ദ സ്റ്റംപ് ബിയറിംഗ് ദ ഓട്ടോഗ്രാഫ്സ് ഓഫ് ദ 1952 ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ടീംസ്. അപ്പൊ അവിടെ ധാരാളം സുവനീറുകളും അതേപോലെ തന്നെ ട്രോഫികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വാട്ട് ഐ ലൈക്ക് മോസ്റ്റ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ വാസ് ദ സ്റ്റംപ്. ഒരു സ്റ്റംപ് ആയിരുന്നു. സ്റ്റംപ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സ്റ്റംപുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റംപ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? ബിയറിംഗ് ദ ഓട്ടോഗ്രാഫ്സ് ഓഫ് ദ 1952 ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ടീംസ്. ഇന്ത്യൻ ടീമിന്റെയും ഇംഗ്ലണ്ട് ടീമിന്റെയും പ്ലേയേഴ്സിന്റെ ഓട്ടോഗ്രാഫുകൾ എപ്പോഴത്തെ 1952 ടീമുകളായിരുന്നു. അപ്പം ഇവരുടെ ഇന്ത്യനും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ടീംസിന്റെയും പ്ലേയേഴ്സിന്റെ ഓട്ടോഗ്രാഫുകൾ ആ സ്റ്റംപിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു സുനിൽ ഗവാസ്കറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. ആൻഡ് ഐ love to linger over the autograph of every player. ലിങ്കർ എന്ന വാക്കിന്റെ അർത്ഥം കുറെ സമയം തങ്ങി നിൽക്കുക എന്നൊക്കെയാണ്. തിരിച്ചു പോകാതെ കുറെ സമയം തങ്ങി നിൽക്കുക എന്നാണ്. അപ്പം സുനിൽ ഗവാസ്കറിന് ആ ഒരു സ്റ്റെമ്പിന്റെ മുകളിലുള്ള ഓരോ പ്ലേയേഴ്സിന്റെയും ഓട്ടോഗ്രാഫ് ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിൽ തന്നെ ഇങ്ങനെ മുഴുകാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അവസാനത്തെ പാരഗ്രാഫ്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ ഐ വാണ്ടഡ് ടു ബിക്കം എ ബാറ്റ്സ്മാൻ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത് ഒരു ബാറ്റ്സ്മാൻ ആവണം എന്നായിരുന്നു. ആൻഡ് ഐ ഹേറ്റഡ് ലൂസിങ് മൈ വിക്കറ്റ്. അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറിന് തന്റെ വിക്കറ്റ് പോകുന്നത് വെറുപ്പായിരുന്നു. ഹെയ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം വെറുപ്പ്. ദിസ് ബിക്കെയിം സച്ച് ആൻ ഒബ്സെഷൻ വിത്ത് മീ ദാറ്റ്
that if the rest of the boys ever got me out, I would fight and eventually walk home with the bat and the ball. അപ്പൊ സുനിൽ ഗവാസ്കറിന് ബാറ്റിംഗ് വളരെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ആയിട്ട് നിൽക്കാൻ വളരെയധികം താല്പര്യമായിരുന്നു. അതൊരു ഒബ്സഷൻ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഒബ്സഷൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുക, ഉറച്ച്, അത് മനസ്സിൽ നിന്ന് പോകാത്തൊരു വിചാരം, അതാണ് ഒരു ഒബ്സഷൻ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. എങ്ങനെ? ഇഫ് ദ റെസ്റ്റ് ഓഫ് ദ ബോയ്സ് എവർ ഗോട്ട് മീ ഔട്ട്. ഇപ്പം സുനിൽ ഗവാസ്കർ തന്റെ കുട്ടിക്കാലത്ത് കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ ഇദ്ദേഹത്തെ ഔട്ട് ആക്കിയെങ്കിൽ, സുനിൽ ഗവാസ്കറിനെ ഔട്ട് ആക്കിയെങ്കിൽ എന്താവും? ഐ വുഡ് ഫൈറ്റ് ആൻഡ് ഇവൻച്വലി വാക്ക് ഹോം വിത്ത് ദ ബാറ്റ് ആൻഡ് ദ ബോൾ. സുനിൽ ഗവാസ്കർ എന്താവും? അവരോട് അടിയാവും, എന്നിട്ട് ബാറ്റും ബോൾ എടുത്തിട്ട് സുനിൽ ഗവാസ്കർ അവിടുന്ന് വിടും. This would bring the game to an abrupt end. അപ്പൊ ഇങ്ങനെ ബാറ്റും ബോൾ എടുത്ത് പോയി കഴിഞ്ഞാൽ എന്താവും? ഒരു അബ്രപ്റ്റ് എൻഡ് ഉണ്ടാവും. അബ്രപ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന്, എൻഡ് എന്ന് വെച്ചാൽ അവസാനം. അപ്പൊ പെട്ടെന്ന് ബാറ്റും ബോൾ എടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ കളി എന്താവും? സ്റ്റോപ്പ് ആവും. സിൻസ് നോബഡി എൽസ് ഹാഡ് എ ബോൾ ഓർ ബാറ്റ്. അപ്പൊ സുനിൽ ഗവാസ്കറിനല്ലാതെ വേറൊരാൾക്കും അല്ലെങ്കിൽ കൂടെ കളിച്ചിരുന്ന ബോയ്സിന് എന്തുണ്ടായിട്ടില്ല? ബാറ്റോ ബോളോ ഉണ്ടായിട്ടില്ല. സുനിൽ ഗവാസ്കറിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സുനിൽ ഗവാസ്കർ വിക്കറ്റ് പോയെങ്കിൽ, അതായത് ബാക്കിയുള്ള ബോയ്സ് ഔട്ട് ആക്കിയെങ്കിൽ അവരോട് അടിയായിട്ട് ബാറ്റും ബോൾ എടുത്ത് പോലായിരുന്നു പതിവ്. ദ ബോയ്സ് കേഴ്സ്ഡ് ആൻഡ് കോൾ മീ നെയിംസ്. അപ്പം നമ്മുടെ സുനിൽ ഗവാസ്കർ ഔട്ടായതിനു ശേഷം വിട്ടുകൊടുക്കാതെ ബാറ്റും ബോൾ എടുത്തിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കേഴ്സ് ചെയ്യും, അതായത് ഇങ്ങനെ ശപിക്കും. ആൻഡ് കോൾ മീ നെയിംസ്, എന്തൊക്കെയോ പേരിട്ട് ഇങ്ങനെ വിളിക്കും. ബട്ട് ദ ടെൻഷൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. പക്ഷെ ആ ഒരു ടെൻഷൻ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും കൂടുതൽ സമയമൊന്നും നിൽക്കൂല, പെട്ടെന്ന് തന്നെ സോൾവ് ആവും. ആൻഡ് വി ജനറലി ഗോട്ട് ഓൺ വെരി വെൽ. പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ മാറും. എമംഗ് ദീസ് ഏർലി കോംറേഡ്സ് വിത്ത് whom I played were the Ambaya brothers. അപ്പം സുനിൽ ഗവാസ്കർ ആദ്യമൊക്കെ കളിച്ചിരുന്നത് തന്റെ വീട്ടിലുള്ള അടുത്തുള്ള ആൾക്കാരോടൊപ്പം ആയിരിക്കുമല്ലോ. അപ്പം ആദ്യമൊക്കെ കളിച്ചിരുന്ന ആളുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു അംബായ ബ്രദേഴ്സ്, അംബായ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ടീമിൽ. അതുപോലെ തന്നെ മൺറേക്കർ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് സെവറൽ others who made up our team. അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരും സുനിൽ ഗവാസ്കറിന്റെ ടീമിൽ ഉണ്ടായിരുന്നു. Whenever I batted, they would decide beforehand that they would appeal at a particular ball and whether I was out or not. I had to go by the majority verdict. അപ്പം സുനിൽ ഗവാസ്കർ ബാറ്റ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബോയ്സ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും. എന്താണ്? ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഔട്ടാണോ അല്ലയോ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പീൽ ചെയ്യാൻ വേണ്ടിട്ട് പറയും. ഇവർ തന്നെ പ്ലാൻ ചെയ്യും. അപ്പം ചിലപ്പോ ഔട്ടാവാം, ഔട്ടാവാതിരിക്കാം. പക്ഷെ ഔട്ടാണെന്ന് എന്ത് പറയും? കുട്ടികൾ പറയും, ഐ ഹാഡ് ടു ഗോ ബൈ ദ മെജോറിറ്റി വേർഡിക്ട്. അപ്പം ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞെങ്കിൽ മെജോറിറ്റി വേർഡിക്ട് എന്നതിന്റെ അർത്ഥം വിധി, അതായത് ഭൂരിപക്ഷത്തിന്റെ വിധി നോക്കിയിട്ടാണ് ഔട്ടാണോ അല്ലയോ എന്ന് പറയാം. അതിപ്പോ ശരിക്കും ഔട്ട് അല്ലെങ്കിൽ കൂടി ബാക്കി എല്ലാവരും ഔട്ടാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഔട്ടാകും. അതാണ് ഈ ഒരു മെജോറിറ്റി വെർഡിക്റ്റിന്റെ പ്രത്യേകത. വി ഓഫൻ പ്ലേഡ് മാച്ചസ് അഗെയിൻസ്റ്റ് ടീംസ് മെയ്ഡ് അപ്പ് ഓഫ് ബോയ്സ് ലിവിംഗ് ഇൻ ദ നൈബറിംഗ് ബിൽഡിംഗ്. അവിടെയുള്ള നൈബറിംഗ് ആയിട്ടുള്ള, അതായത് അയൽവാസികളായ ബിൽഡിങ്ങിലൊക്കെയുള്ള ടീംസുകളോടൊക്കെ ഇവര് മാച്ചുകൾ കളിക്കുമായിരുന്നു. ആൻഡ് ദർ വാസ് ട്രമെൻഡസ് ഇൻട്രസ്റ്റ് ഇൻ ദ ട്രോഫീസ് ആസ് വി കോൾഡ് ദം. ട്രമെൻഡസ് എന്ന് വെച്ചാൽ അതിഭീകരം, ഭയങ്കരമായതെന്നൊക്കെയാണ്. എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു ട്രോഫികളൊക്കെ. അപ്പം ദീസ് ട്രോഫീസ് വേർ സ്മോൾ വൈറ്റ് മെറ്റൽ കപ്സ്. ഈ ട്രോഫികളൊക്കെ എന്തായിരുന്നു? വൈറ്റ് മെറ്റലിന്റെ കപ്പുകളായിരുന്നു. ഫോർ വിച്ച് വി ഓൾ കോൺട്രിബ്യൂട്ടഡ് ആൻഡ് ബൗട്ട് ഫോർ ആസ് ലിറ്റിൽ ആസ് ₹1 and 50 പൈസ. അതായത് കുട്ടികളൊക്കെ കൂടിയിട്ട് ₹1.50 ഒക്കെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെയുള്ള വൈറ്റ് മെറ്റൽ കപ്സ് വാങ്ങാറായിരുന്നു പതിവ്. തന്റെ കുട്ടിക്കാലത്തെ ക്രിക്കറ്റ് കളിച്ച ആ ഒരു ഓർമ്മകളൊക്കെയാണ് ഇവിടെ സുനിൽ ഗവാസ്കർ പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സെക്ഷനും കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ പാരഗ്രാഫ് കഴിയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഇതും നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇനി നമുക്ക് സെക്ഷൻ 2 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ്? ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ചിരുന്നു. നിങ്ങൾ എന്ത് എഴുതും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെങ്കിൽ? നമ്മൾ ക്വസ്റ്റ്യന്റെ മീനിങ് എന്താണ്? സുനിൽ ഗവാസ്കർ എങ്ങനെയാണ് തന്റെ അമ്മയുടെ മൂക്ക് പൊളിച്ചത്? ആൻസർ എന്താണ്? ഹി ഹിറ്റ് ഹർ വിത്ത് ഹിസ് ബോൾ ഓൺ ദി നോസ് വൈൽ പ്ലേയിങ് ഹിസ് ഡെയിലി മാച്ച് വിത്ത് ഹർ ഇൻ ദെയർ ഹൗസ്. ഇത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ തന്നെ ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് സുനിൽ ഗവാസ്കറും സുനിൽ ഗവാസ്കറിന്റെ അമ്മയും അവരുടെ ഹൗസിൽ, അവരുടെ വീട്ടിൽ ഡെയിലി മാച്ച് കളിക്കുന്ന
അടിക്കുന്ന സമയത്ത് സുനിൽ ഗവാസ്കർ എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച സമയത്താണ് പന്ത് സുനിൽ ഗവാസ്കറിന്റെ അമ്മയുടെ മൂക്കിന് കൊള്ളുന്നതും മൂക്ക് ചെറിയ രീതിയിൽ പൊളിയുന്നതും രക്തം വരുന്നതൊക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുക. 2 മാർക്കിന് അനുയോജ്യമായ രീതിയിൽ എഴുതുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിറ്റീസ് ഓഫ് ഹിസ് മദേഴ്സ് ക്യാരക്ടർ ആർ ബ്രൗട്ട് ഔട്ട് ത്രൂ ദിസ് പാർട്ട് ഓഫ് ദി എക്സ്ട്രാക്ട്? മുകളിൽ കൊടുത്തിരിക്കുന്ന സെക്ഷനിലൂടെ സുനിൽ ഗവാസ്കറിന്റെ അമ്മയുടെ ഏതൊക്കെ ക്യാരക്ടർ ആണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ ചോദ്യം. പിക്ക് ദ 2 words or phrases that best describe her from the ones given below. അപ്പൊ താഴെ കുറച്ച് വേർഡ്സും ഫ്രേസസും കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വേർഡ്സോ ഫ്രേസസോ നമ്മൾ പിക്ക് ചെയ്യണം. എങ്ങനെയുള്ളതായിരിക്കണം? അത് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണം. സുനിൽ ഗവാസ്കറിന്റെ അമ്മയെ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 വേർഡ്സോ ഫ്രേസസോ ആയിരിക്കണം. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സും ഫ്രേസസും നോക്കാം. പേഷ്യന്റ്, സമാധാനമുള്ള ക്യാരക്ടർ. പിന്നെ എൻകറേജിങ് എന്ന് വെച്ചെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്നത്. എക്സലന്റ് ക്രിക്കറ്റർ, നല്ലൊരു അടിപൊളിയായ ക്രിക്കറ്റ് കളിക്കാരി. ക്ലവർ, ബുദ്ധിമതിയായത്. അൺവില്ലിംഗ് ടു കോപ്പറേറ്റ്, അതായത് തീരെ സഹകരണമില്ലാത്തത്, നിസ്സഹകരണമായ വ്യക്തിത്വം. പിന്നെ ഹെൽപ്ഫുൾ, സഹായിക്കുന്നത്. ഇതിൽ നിന്ന് ഏതാണ് സുനിൽ ഗവാസ്കറിന്റെ അമ്മയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന 2 വേർഡ്സോ ഫ്രേസസോ? എന്തായിരിക്കും? പേഷ്യന്റും അതുപോലെ തന്നെ എൻകറേജിങ്ങും ആയിരിക്കും അല്ലെ? നമ്മൾ പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്ത് അടിച്ചെങ്കിലും സുനിൽ ഗവാസ്കറിന്റെ അമ്മ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല അല്ലെ? അത് നിസ്സാരമായി കണ്ടു. അവിടെ ഒരു ബഹളം, ഇനി ക്രിക്കറ്റ് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി ശകാരിക്കാനൊന്നും നിന്നിട്ടില്ല. അതുപോലെ തന്നെ എൻകറേജ് ചെയ്യുന്ന ആളായിരുന്നു. അതായത് എല്ലാ ദിവസവും സുനിൽ ഗവാസ്കറിനോടൊപ്പം സുനിൽ ഗവാസ്കറിന്റെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ബോൾ എറിഞ്ഞെടുക്കുമായിരുന്നു. അപ്പൊ 2 ബെസ്റ്റ് വേർഡ്സ് എന്തൊക്കെയാണ്? പേഷ്യന്റും എൻകറേജിങ്ങും. നമുക്ക് തോന്നും ഹെൽപ്ഫുള്ളും വരൂലേ, സഹായിക്കുന്നതും വരൂലേ എന്ന്. പക്ഷെ നമ്മൾ ഈ ബെസ്റ്റ് ആയിട്ടുള്ള 2 വേർഡ്സ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ആൻസർ വരിക പേഷ്യന്റും എൻകറേജിംഗ് ആയിരിക്കും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെൻ ഗവാസ്കർ സേസ് ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ് ഹി മീൻസ് ദാറ്റ് ടിക്ക് ദ കറക്റ്റ് ചോയ്സ്. സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ് എന്റെ രക്തത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഫസ്റ്റ്, ഹി സ്ട്രഗിൾസ് ആൻഡ് ഗിവ്സ് ഹിസ് ബ്ലഡ് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്റെ രക്തത്തിലുള്ളതാണ് എന്നുകൊണ്ട് ഗവാസ്കർ ഉദ്ദേശിച്ചത് സുനിൽ ഗവാസ്കർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ ബ്ലഡ് കൊടുത്തിട്ടാണ് സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ് കളിക്കുന്നത് എന്നാണോ അത് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഹിസ് ഫാമിലി ഹാസ് ടോട്ട് ഹിം ദി ഗെയിം, അതായത് സുനിൽ ഗവാസ്കറിന് ക്രിക്കറ്റ് കളിക്കാൻ പഠിപ്പിച്ചത് ഫാമിലിയാണ് എന്നാണോ ഉദ്ദേശിച്ചത്? തേർഡ് വൺ, ഹി ഹാസ് ഇൻഹെറിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദി ഗെയിം ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ്, അതായത് ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണ് സുനിൽ ഗവാസ്കർ ക്രിക്കറ്റിനോടുള്ള താല്പര്യം ഇൻഹെറിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടായത്, പാരമ്പര്യമായിട്ട് ഉണ്ടായത്. ഇനി 4ാമത്തെ ഓപ്ഷൻ, ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഗെയിം. ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെയധികം ഭയാനകമായ ഒരു കളിയാണ്. ഇതിൽ നിന്ന് ഏതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണെന്ന്. എന്തായിരിക്കും? തേർഡ് ഓപ്ഷൻ ആയിരിക്കും അല്ലെ? ഹി ഹാസ് ഇൻഹെറിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദി ഗെയിം ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ്. ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ഇൻട്രസ്റ്റ് ഇൻഹെറിറ്റ് ആയിട്ട് വന്നതാണ്, പാരമ്പര്യമായിട്ട് വന്നതാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. Fourth question. What did Gavaskar like to do whenever he went to his uncle's house? Why? സുനിൽ ഗവാസ്കർ തന്റെ അങ്കിളിന്റെ മാധവ് മന്ത്രിയുടെ വീട്ടിലേക്ക് പോയാൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്തായിരുന്നു? വൈ? എന്തുകൊണ്ടായിരുന്നു? നമുക്ക് ആൻസറിലേക്ക് കടക്കാം. എന്താണ് സുനിൽ ഗവാസ്കർ അങ്കിളിന്റെ വീട്ടിൽ പോയി എന്താ ചെയ്തിരുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? സുനിൽ ഗവാസ്കർ തന്റെ അങ്കിളിന്റെ ടെസ്റ്റ് പുള്ളോവേഴ്സ് എടുക്കും. ടേക്ക് ഔട്ട് ഹിസ് പുള്ളോവേഴ്സ് ആൻഡ് ടച്ച് ദം ലവിംഗ്ലി. അതുപോലെ തന്നെ ഒരു സ്നേഹത്തോടു കൂടി അതിങ്ങനെ ടച്ച് ചെയ്യുമായിരുന്നു. ഇതെന്താ ഷോ ചെയ്യുന്നത്? ഷോയിങ് ദാറ്റ് ഹി അഡ്മയർഡ് ഹിസ് അങ്കിൾ ഫോർ ബീയിങ് ഓൺ ദി ഇന്ത്യൻ ടെസ്റ്റ് ടീം. സുനിൽ ഗവാസ്കറിന്റെ അങ്കിൾ മാധവ് മന്ത്രി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഉണ്ടായിരുന്നു എന്നത് സുനിൽ ഗവാസ്കർ വളരെയധികം റെസ്പെക്ട് ചെയ്തിരുന്ന കാര്യമാണ്, വളരെയധികം അഡ്മയർ ചെയ്തിരുന്ന കാര്യമാണ്. അഡ്മയർ എന്ന് വെച്ചാൽ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ആ ഒരു ബഹുമാനത്തോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടാവല്ലോ, അതിനെയാണ് നമ്മൾ അഡ്മയർ അല്ലെങ്കിൽ അഡ്മിറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സുനിൽ ഗവാസ്കർ ചെയ്തിരുന്ന എന്താണ്? ലുക്കിംഗ് അറ്റ് ഹിസ് അങ്കിൾസ് സുവനീർസ് ഇൻക്ലൂഡിംഗ് ദ സ്റ്റംപ് വിത്ത് ഓട്ടോഗ്രാഫ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഓൺ ഇറ്റ്. അതുപോലെ തന്നെ മാധവ് മന്ത്രിക്ക് ധാരാളം സുവനീർസ് ഉണ്ടായിരുന്നു. ഓരോ മാച്ച് കളിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി വരുന്ന സമയത്ത് അതിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുവരും. എന്തെങ്കിലും വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ മണ്ണോ
അതൊക്കെ ഇങ്ങനെ എടുത്തു വരും. അതിനെയാണ് സുവനീഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സുനിൽ ഗവാസ്കറിന്റെ അങ്കിളിന് ധാരാളം സുവനീഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കും. അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ, ആ ഒരു സ്റ്റംപ് ഉണ്ടായിരുന്നു. അതിലെന്താണ് 1952 ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ക്രിക്കറ്റേഴ്സിന്റെയും ഓട്ടോഗ്രാഫ്സ് ഉള്ള സ്റ്റംപുകളൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് നോക്കുക, ആ ഒരു ഓട്ടോഗ്രാഫിലൂടെ അതൊക്കെ ടച്ച് ചെയ്യുക. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ആൻസറിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി 5th ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡിഡ് ഹിസ് അങ്കിൾ ടീച്ച് ഹിം? സുനിൽ ഗവാസ്കറിന്റെ അങ്കിൾ സുനിൽ ഗവാസ്കറിന് പഠിപ്പിച്ചു കൊടുത്ത പാഠം എന്തായിരുന്നു? ഇത് നമ്മൾ എപ്പോഴാണ് ഡിസ്കസ് ചെയ്തത്? സുനിൽ ഗവാസ്കറിന്റെ അങ്കിളിന്റെ, അതായത് മാധവ് മന്ത്രിയുടെ ടെസ്റ്റ് പുൾ ഓവേഴ്സ് എടുത്തുകൊണ്ട് സുനിൽ ഗവാസ്കർ ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ആ ഒരു രംഗത്താണ്, ആ ഒരു സന്ദർഭത്തിലാണ് സുനിൽ ഗവാസ്കറിന്റെ അങ്കിള്, അതായത് മാധവ് മന്ത്രി ഒരു കാര്യം പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? ടു വർക്ക് ഹാർഡ് ടു ബിക്കം ഗ്രേറ്റ് ഇൻ ലൈഫ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, അതായത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ്, ടോപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സക്സസിലേക്ക് ഷോർട്ട് കട്ട് ഇല്ല എന്നും കൂടി സുനിൽ ഗവാസ്കറിന്റെ അങ്കിൾ പറഞ്ഞതിലുണ്ട്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ് മീൻസ്. ടോപ്പിലേക്ക് ഷോർട്ട് കട്ട് ഇല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കറക്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് വൺ, യു ക്യാൻ ഹാവ് എ ഹൈ പൊസിഷൻ ഇൻ ലൈഫ് ത്രൂ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉന്നത സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. മൂന്നാമത്തേത്, യു ക്യാൻ റീച്ച് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ ബൈ ടേക്കിംഗ് ഷോർട്ട് സ്റ്റെപ്സ്. ഒരു മലയുടെ ഉന്നതിയിൽ ടോപ്പിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ചെറിയ സ്റ്റെപ്പുകൾ എടുക്കണം. ഇനി നാലാമത്തത്, ടു സക്സീഡ് ഇൻ ലൈഫ് യു മസ്റ്റ് ടേക്ക് ബിഗ് ജംപ്സ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും വലിയ വലിയ ജമ്പുകൾ എടുക്കണം. ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പം നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ ആണല്ലേ, യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് അതിന്റെ ആൻസർ. ഇനി 7ാമത്തെ ചോദ്യം, വിച്ച് സുവനിയർ ഡിഡ് ഗവാസ്കർ ലൈക്ക് ദ മോസ്റ്റ്? വൈ? സുനിൽ ഗവാസ്കറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവനിയർ എന്തായിരുന്നു? വൈ? എന്തുകൊണ്ടായിരുന്നു? നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ, നേരത്തെ ഒരു ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കൊന്നും കൂടി നോക്കാം. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവനിയർ? എന്തായിരുന്നു? സ്റ്റംസ് ആയിരുന്നു അല്ലെ, ആ ഒരു സ്റ്റംപ് ആയിരുന്നു. കാരണം എന്തായിരുന്നു? ആ ഒരു സ്റ്റംപിൽ 1952 ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ക്രിക്കറ്റേഴ്സിന്റെയും ഓട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുനിൽ ഗവാസ്കറിനെ ആ ഒരു സ്റ്റംപ്, ആ ഒരു സുവനിയർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗവാസ്കർ സേസ്, ഐ ഹേറ്റഡ് ലൂസിങ് മൈ വിക്കറ്റ്. എനിക്ക് എന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് ഞാൻ വെറുത്തിരുന്നു. അപ്പം അതിന്റെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പഠിച്ച ആ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഒരു സെന്റൻസ് എടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ഹാപ്പൻ വെനെവർ ഹി ഗോട്ട് ഔട്ട്? സുനിൽ ഗവാസ്കർ ഔട്ടായാൽ എന്താണ് സംഭവിച്ചിരുന്നത്? സുനിൽ ഗവാസ്കർ എന്താ ചെയ്യാ? ഹി വുഡ് സ്റ്റോപ്പ് ദി ഗെയിം ആൻഡ് വുഡ് വാക്ക് ഓഫ് വിത്ത് ഹിസ് ബാറ്റ് ആൻഡ് ബോൾ. സുനിൽ ഗവാസ്കർ ഗെയിം സ്റ്റോപ്പ് ചെയ്യും, കളിച്ചത് മതി, എന്നിട്ട് എന്ത് ചെയ്യും? തന്റെ ബാറ്റും ബോൾ എടുത്തിട്ട് പോവും. അതായിരുന്നു ചെയ്തിരുന്നത്. അതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 2ാമത്തെ ചോദ്യം, ബി ചോദ്യം, ഹൗ വുഡ് ദ അതർ ബോയ്സ് റിയാക്ട് ടു ദിസ്? അപ്പൊ സുനിൽ ഗവാസ്കർ ഇങ്ങനെ കളിച്ചത് മതി എന്നിട്ട് ബാറ്റും ബോൾ എടുത്ത് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ബോയ്സ് ഉണ്ടാവുമല്ലോ, അവര് എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്തത്? എങ്ങനെയാണ്? കേഴ്സ്ഡ് ഹിം ആൻഡ് കോൾഡ് ഹിം നെയിംസ് അല്ലെ. സുനിൽ ഗവാസ്കറിനെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയും, അതുപോലെ തന്നെ എന്തൊക്കെയോ പേരിട്ട് ഇങ്ങനെ വിളിക്കും. നമ്മൾ കുറ്റപ്പേര് എന്നൊക്കെ പറയും അല്ലെ, അതാണ് കോൾഡ് ഹിം നെയിംസ്. ഓരോ പേരുകളൊക്കെ വെച്ച് ഇങ്ങനെ വിളിച്ചിരുന്നു. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഡസ് ദിസ് ബിഹേവിയർ ഷോ അബൌട്ട് ഗവാസ്കർ? ഈ ഒരു ബിഹേവിയർ, അതായത് സുനിൽ ഗവാസ്കർ ഔട്ടായി പോകുന്ന സമയത്ത് കളി സ്റ്റോപ്പ് ചെയ്ത് ബാറ്റും ബോളൊക്കെ എടുത്തു പോകുന്ന സമയത്ത് ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ആ ഒരു പ്രവൃത്തി എന്താണ് ഷോ ചെയ്യുന്നത്? ഗവാസ്കറിനെ കുറിച്ച് എന്താണ് കാണിക്കുന്നത്? ആൻസർ എന്താണ്? ഹിസ് ഗ്രേറ്റ് ലവ് ഓഫ് ദി ഗെയിം. അതായത് സുനിൽ ഗവാസ്കറിന് ക്രിക്കറ്റിനോട് അത്രത്തോളം ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബീങ് എ ബാറ്റ്സ്മാൻ, ഒരു ബാറ്റ്സ്മാൻ ആവാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോകുന്നത് വളരെയധികം വെറുത്തിരുന്ന കാര്യമാണ്. അതൊക്കെയാണ് ഇതിലൂടെ ഷോ ചെയ്യുന്നത്. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ദ സെയിം ആസ്. അപ്പം പാസേജിലുള്ള വേർഡ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താഴെ കുറച്ച് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ വേർഡ്സിന്റെ മീനിങ് ആണ് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ക്ലിയർ, പാരഗ്രാഫ് 3. ഇപ്പൊ പാരഗ്രാഫ് 3യിൽ ക്ലിയർ എന്ന മീനിങ് വരുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ് നമ്മൾ ചൂസ് ചെയ്യണം. എന്താണ് ക്ലിയർ? വിവിഡ് അല്ലെ, വിവിഡ് മെമ്മറീസ് അല്ലെങ്കിൽ ക്ലിയർ എന്നൊക്കെ പറയുന്നത്, വിവിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ എന്നാണ്. ഇനി രണ്ടാമത്തത് കൺട്രോൾഡ് ഓർ ചെക്ഡ്. പാരഗ്രാഫ് 3യിൽ തന്നെ കൺട്രോൾഡ് അല്ലെങ്കിൽ ചെക്ഡ് എന്ന മീനിങ് വരുന്ന വേർഡ് എന്താണ്? റെസ്ട്രെയിൻഡ് എന്ന വേർഡാണ്. അതുപോലെ തന്നെ തേർഡ്, ഓഫ് ഗ്രേറ്റ് വാല്യൂ, വളരെയധികം വാല്യൂ ഉള്ള ഒന്ന് എന്ന മീനിങ് വരുന്നത് എന്താണ്? ഇൻവാല്യുവബിൾ. ഇൻവാല്യുവബിൾ എന്ന് വെച്ചാൽ വളരെയധികം വാല്യൂ ഉള്ള, വളരെയധികം മൂല്യമുള്ള ഒന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തത് an object kept as a reminder of an event. ഒരു ഇവന്റിനെ, ഒരു സംഭവത്തിനെ ഓർക്കാൻ വേണ്ടി, സ്മരിക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്. അതെന്താണ്? പാരഗ്രാഫ് 3യിലാണ് അതുള്ളത്. സുവനീർ ആണ് അല്ലെ. നമ്മൾ കുറെ അധികം സുവനീറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സുവനീർ എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി അഞ്ചാമത്തത് എ സ്ട്രോങ് ഫീലിംഗ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഡിസയർ, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു ആശയം. അപ്പം അങ്ങനെ മീനിങ് വരുന്ന വേർഡ് എന്താണ്? ഒബ്സെഷൻ അല്ല. നമുക്കൊരു കാര്യത്തോട് വളരെയധികം ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയധികം ഡിസയർ വരുന്ന സമയത്ത് അല്ലെ, നമ്മൾ സാധാരണ ഈ സ്നേഹമൊക്കെ ഒബ്സെഷനായി മാറുന്നൊക്കെ പറയുന്നല്ലേ, ഒരു സ്ട്രോങ് ഫീലിംഗ്. അപ്പം അഞ്ചാമത്തെ മീനിങ് വരുന്ന വേർഡ് ഒബ്സെഷൻ. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സെക്ഷനിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞു.